ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഒരു വർക്കുള്ള ദിവസത്തെ ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ വാലന്റൈൻസ് ഡേ റിലേറ്റഡ് ആയിട്ടുള്ള വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. ഇപ്രാവശ്യത്തെ വാലന്റൈൻസ് ഡേക്ക് ഞാനങ്ങനെ ഒരുപാട് ഓർഡേഴ്സൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം എല്ലാ വാലന്റൈൻസ് ഡേയും പോലെ ഇരുന്നില്ല കേട്ടോ. നമ്മൾ ഓർഡേഴ്സൊക്കെ എടുക്കൽ കുറവായിരുന്നു, കുറച്ച് ബാക്കിലോട്ടായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ ഹോപ്പൊന്നും ഉണ്ടായിരുന്നില്ല ഓർഡേഴ്സിൻ്റെ കാര്യത്തിൽ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഓഫർ ഇട്ടാലോ എന്ന് വിചാരിച്ചത്. ഞാൻ എല്ലാ പ്രാവശ്യവും ഓഫർ ഇടലുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം എന്തായാലും വെറൈറ്റി ആയിട്ട് ഓഫർ ഇടാൻ വിചാരിച്ചിട്ടാണ് നമ്മുടെ വൈറലായിട്ടുള്ള ലണ്ടൻ സ്ട്രോബെറി ചോക്ലേറ്റ് ഉണ്ടല്ലോ, അതിൻ്റെ ഓഫർ ഇട്ടിട്ടുണ്ടായിരുന്നു. മാഷാ അല്ലാ, നല്ല രീതിക്ക് തന്നെ നമുക്ക് എൻക്വയറീസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിനുള്ള സാധനങ്ങളൊക്കെ പോയിട്ട് മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഡിസ്പോസിബിൾ ഗ്ലാസും അതിൻ്റെ പാക്കിംഗ് കവറും കാര്യങ്ങളൊക്കെ. പിന്നെ നമുക്ക് വാലന്റൈൻസ് ഡേ റിലേറ്റഡ് ആയിട്ടല്ല, വേറൊരു പരിപാടിക്ക് വേണ്ടിയിട്ട് നമുക്കൊരു A2 ഫ്രെയിം ഒരു 3 ഓർഡർ ഉണ്ടായിരുന്നു. ഇത് നമ്മൾ ചെയ്യുന്നതിൽ ഏറ്റവും വലിയ ഫ്രെയിമാണ് കേട്ടോ. A2 സീസിൽ വരുന്ന ഫ്രെയിമാണ്. അത് ഞാൻ 5th സ്റ്റാൻഡേർഡ് വരെ പഠിച്ചിട്ടുള്ള ഒരു സ്കൂളിലേക്കായിരുന്നു. അപ്പോൾ ഞാനന്ന് ക്ലാസ്സിന് പോകുന്നതിൻ്റെ മുന്നേ തന്നെ അതൊക്കെ സെറ്റ് ചെയ്തു, റാപ്പൊക്കെ ചെയ്തിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. വാലന്റൈൻസ് ഡേയുടെ 2 ദിവസം മുന്നത്തെ ഓർഡേഴ്സാണ് കേട്ടോ അതൊക്കെ. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞ് പിറ്റേ ദിവസം നമുക്ക് അന്ന് മേടിക്കാനുണ്ടായിരുന്ന സാധനങ്ങളുടെ ലിസ്റ്റൊക്കെ ഒന്ന് റെഡിയാക്കുമായിരുന്നു. പിന്നെ നമ്മൾ പോയിട്ട് സ്ട്രോബെറി കാര്യങ്ങളൊക്കെ മേടിച്ച്, വാലന്റൈൻസ് ഡേയുടെ തലേ ദിവസം കേട്ടോ അതൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ സ്ട്രോബെറി സീസൺ ആയതുകൊണ്ട് തന്നെ നല്ല ഫ്രഷ് സ്ട്രോബെറിയും കിട്ടും. അപ്പോൾ ഞാൻ നെസ്റ്റോൾക്കാട്ടാ പോയിട്ടുണ്ടായിരുന്നു. നെസ്റ്റോ പോയിട്ട് നമുക്ക് വേണ്ടി സ്ട്രോബെറീസൊക്കെ എടുത്തു. പിന്നെ വാലന്റൈൻസ് ഡേക്കുള്ള ഓർഡേഴ്സിൻ്റെ ബോക്സ്, ചോക്ലേറ്റ്സും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ഓൾമോസ്റ്റ് ഒരു 5-6 ഹാമ്പറൊക്കെ അന്ന് ഡെലിവറി ചെയ്യാനുണ്ടായിരുന്നു. ബാക്കിയുള്ളതൊക്കെ പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ടാണ് ചെയ്യാനുള്ളത്. അപ്പോൾ ഈ ഒരു ബോക്സിൽ നമുക്ക് ഒരു മിനി ഫ്രെയിമും അതുപോലെ കുറച്ച് ചോക്ലേറ്റ്സും ഫ്ലവേഴ്സും ആഡ് ചെയ്യാനുള്ളത്. പിന്നെ ഇതിൽ ബ്രേസ്ലെറ്റും ചെയിനൊക്കെ വെക്കാനുണ്ടായിരുന്നു. അത് പിന്നെ കസ്റ്റമർ അവരതിനെ സെറ്റ് ചെയ്തുകൊണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതുപോലത്തെ ഒരു ഹാങ്ങിങ് കവറായിരുന്നു കേട്ടോ. ഇത് ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഹാമ്പറാണ്. നമുക്ക് ഒരു അഫോർഡബിളായിട്ടൊരു ഗിഫ്റ്റൊക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇത് നല്ലൊരു ഓപ്ഷനാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ബെല്ല വീറ്റയുടെ ഒരു പെർഫ്യൂമിൻ്റെ സെറ്റും അതുപോലെ തന്നെ ഇതിലേക്ക് നമുക്ക് സ്ട്രോബെറിയുടെ ചോക്ലേറ്റും വെക്കാനുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ചോക്ലേറ്റ്സും ഫ്ലവേഴ്സും വിഷ് കാർഡൊക്കെ വെച്ചിട്ടുള്ള ഒരു ഹാമ്പറായിരുന്നു കേട്ടോ ഇത്. നെക്സ്റ്റ് ബോക്സ് വന്നിട്ട് ഒരു മിനി ഹാമ്പറായിരുന്നു. അതിൽ നമുക്ക് ചോക്ലേറ്റ്സും ഫ്ലവേഴ്സും മാത്രമേ സെറ്റ് ചെയ്യാനുള്ളൂ. കുറച്ച് അഫോർഡബിളായിട്ടുള്ള ചോക്ലേറ്റ്സൊക്കെ മേടിച്ചിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഡയറി മിൽക്ക്, കിറ്റ്കാറ്റ്, ഗാലക്സി അതുപോലെ തന്നെ കിൻഡർ ബ്യൂണോ ഒക്കെ വെച്ചിട്ടാണ് അത് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരു മിനി ട്രോളിയാണ് കേട്ടോ സെറ്റ് ചെയ്യാനുണ്ടായിരുന്നത്. അതിൽ ആഡ് ചെയ്യാനുള്ളതായിരുന്നു ഈ ഒരു ബ്രീത്തിങ് ടെഡി. ഭയങ്കര ക്യൂട്ടായിരുന്നു. അതിൻ്റെ സൗണ്ട് കേൾക്കാനാണെങ്കിലും അതെ. നെക്സ്റ്റ് ബോക്സിൽ നമുക്ക് ഒരു ഹുഡി അതുപോലെ തന്നെ പെർഫ്യൂമിൻ്റെ സെറ്റും പിന്നെ കുറച്ചധികം ചോക്ലേറ്റ്സും നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ കസ്റ്റമറുടെ റെഫറൻസ് പ്രകാരമാണ് കേട്ടോ നമ്മളിത് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതിലുള്ള എല്ലാ ഹാമ്പേഴ്സും അതേ കസ്റ്റമൈസേഷനുമാണ്. കസ്റ്റമറിൻ്റെ ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ അനുസരിച്ചിട്ടാട്ടോ നമ്മൾ ഹാമ്പേഴ്സൊക്കെ സെറ്റ് ചെയ്യാറ്. ഹാമ്പേഴ്സൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു സ്നിക്കേഴ്സ് മാത്രം എക്സ്ട്രാ എടുക്കുന്നു. അപ്പോൾ പിന്നെ നമ്മൾ കണ്ട് കഴിച്ചു. പിന്നെ നമ്മൾ മേടിച്ച സാധനത്തിൻ്റെ ഒക്കെ ലിസ്റ്റ് റെഡിയാക്കിയിരുന്നു. കാരണം എല്ലാവരുടെയും ബഡ്ജറ്റ് നോക്കിയിട്ട് സെറ്റാക്കുമായിരുന്നു. എല്ലാവരും നമ്മൾ ഒരുമിച്ച് മേടിച്ചുകൊണ്ട് തന്നെ എല്ലാ ഹാമ്പേഴ്സിനും നമ്മൾ സെപ്പറേറ്റ് ലിസ്റ്റ് ഇടണം. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കിയിരുന്നു. പിന്നെ ട്രോളിയിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്ന സാധനങ്ങളാണ് കേട്ടോ ഇതൊക്കെ. ബ്രീത്തിങ് ടെഡി, പിന്നെ കുറച്ച് ചോക്ലേറ്റ്സും പിന്നെ അവരുടെ ഒരു ഫ്രെയിമും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ സ്ട്രോബെറി ചോക്ലേറ്റും അതിൽ ആഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ട്രോളിയിൽ സെറ്റ് ചെയ്യാനുണ്ടായിരുന്നത്. ഓൾമോസ്റ്റ് അന്ന് രാത്രി തന്നെ നമ്മൾ എല്ലാ ഹാമ്പേഴ്സും സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് പിറ്റേ ദിവസം അതൊക്കെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാനുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു A5 ഫ്രെയിമും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ സ്ട്രോബെറി ചോക്ലേറ്റ് ആക്കാനുള്ള ഗ്ലാസും അതുപോലെ അതിൻ്റെ സ്പൂണും കാര്യങ്ങളൊക്കെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പിറ്റേ ദിവസം രാവിലെ നേരത്തെ എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് എല്ലാ ഓർഡേഴ്സും നേരത്തെ കൊടുക്കാനുള്ളത് കൊണ്ട് തന്നെ നേരത്തെ എണീറ്റു. പിന്നെ ബെഡൊക്കെ ഒന്ന് സെറ്റാക്കി പിന്നെ വേഗം വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി നിന്നു കേട്ടോ. അങ്ങനെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ ട്രോളിയിൽ എന്താ പറയുക ഫ്ലവേഴ്സൊന്നും സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അത് പിറ്റേ ദിവസം എനിക്കൊരു വീഡിയോ എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും സെറ്റ് ചെയ്തു. അപ്പോൾ ഓൾറെഡി ഞാൻ ഈ ട്രോളിയിൽ എങ്ങനെ ഫ്ലവേഴ്സ് സ്റ്റിക്ക് ചെയ്യുന്നതെന്നുള്ള വീഡിയോ ഷോർട്സ് ആക്കിയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് കാണാം.
പിന്നെ നമ്മൾ സ്ട്രോബെറീസൊക്കെ കട്ട് ചെയ്തു. പിന്നെ എല്ലാ ഗ്ലാസ്സിലേക്കും സെറ്റ് ചെയ്യാണ്. അതൊക്കെ നമുക്ക് രാവിലെ ഒരു 9 മണിയൊക്കെ ആകുമ്പോഴേക്കും കൊണ്ടു കൊടുക്കാനുള്ളതായിരുന്നു. സ്ട്രോബെറി ചോക്ലേറ്റൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ അതിൻ്റെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാനുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ വേഗം ഡെലിവറി ചെയ്തു വിട്ടാൽ. അതിൽ 2 നമുക്ക് ഹാംബർഗർക്ക് വെക്കാനുണ്ടായിരുന്നുള്ളത്. ബാക്കിയൊക്കെ നമുക്ക് ഓരോ സ്ഥലത്തേക്ക് ഡെലിവറി ചെയ്യാനുള്ളതായിരുന്നു. അപ്പോൾ മാഷാ അല്ലാഹ് ഇത്രയും ഓർഡേഴ്സ് ആയിരുന്നു കേട്ടോ നമുക്ക് വാലൻറ്റൈൻസ് ഡേയുടെ അന്ന് ഡെലിവറി ചെയ്യാനുണ്ടായിരുന്നത്. ഒരിക്കലും ഞാൻ വിചാരിച്ചിട്ടില്ല ഈ ഒരു വാലൻറ്റൈൻസ് ഡേക്ക് ഇത്രയും ഓർഡേഴ്സ് കിട്ടും എന്നുള്ളത്. എന്തായാലും കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്തവർക്കൊക്കെ ഒരുപാട് താങ്ക്സ് ഉണ്ട്. അങ്ങനെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്നതിൻ്റെ ഇടയിൽ എൻ്റെ ട്രൈപോഡ് എനിക്ക് ചെറുതായിട്ടൊരു പണി തന്നിട്ടോ. ഞാൻ ഇതിൻ്റെ മുന്നത്തെ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു റിംഗ് ലൈറ്റിൻ്റെ. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും അത് യൂസ് ചെയ്യാൻ പറ്റില്ല. ഞാൻ ടേപ്പൊക്കെ ചുറ്റിയിട്ടാട്ടോ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനി എത്ര നിർത്തിയിട്ടും കാര്യമില്ല, അതാകെ പണിയായിക്കണ്. പിന്നെ എന്തായാലും വേറൊരു ട്രൈപോഡ് മേടിക്കണം, റിംഗ് ലൈറ്റ് ഉള്ളത് തന്നെ മേടിക്കാൻ വിചാരിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഓർഡേഴ്സൊക്കെ കൊണ്ടുകൊടുത്തതിന് ശേഷം ഒരു സ്ട്രോബെറി ചോക്ലേറ്റ് നമുക്കും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ച് പിന്നെ വൈകുന്നേരം കേട്ടോ ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളത്. വീഡിയോസ് എടുക്കാൻ സത്യം പറഞ്ഞാൽ മറന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു എന്താ പറയുക ലൈമൊക്കെ ഉണ്ടാക്കി കുടിച്ച് പിന്നെ ഉമ്മയും അതുപോലെ മേമൊക്കെ പുറത്ത് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളെ വീട്ടിൽ നിന്ന് അന്ന് എന്താ പറയുക നമുക്ക് വൈകുന്നേരം നമ്മൾ പള്ളിയിലേക്ക് ചീരിന് കൊടുക്കുന്നുണ്ടായിരുന്നു. നമ്മളെ വീട്ടിൽ നിന്ന് കേട്ടോ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു മഗ്‌രിബൊക്കെ കഴിഞ്ഞപ്പോൾ എല്ലാവരും വന്നിട്ട് നമ്മളതൊക്കെ കവറിലേക്കാക്കിയിരുന്നു. ബിസ്ക്കറ്റും പഴം അതുപോലെ തന്നെ അലുവൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ സെറ്റ് ചെയ്തിട്ട് പള്ളിയിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ വാലൻറ്റൈൻസ് ഡേ കഴിഞ്ഞ് ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോൾ നമ്മൾക്കൊരു ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. സംഭവം ഞാൻ എന്നും എൻ്റെ ഹാമ്പേഴ്സിൻ്റെ സംഭവങ്ങളൊക്കെ പർച്ചേസ് ചെയ്യുന്ന ഒരു ഷോപ്പാണ് കേട്ടോ, ക്രാഫ്റ്റ് വെയർ. നമ്മൾ എടപ്പാളുള്ളത് തന്നെയാണ്. അപ്പോൾ അവരുടെ ഫസ്റ്റ് ആനിവേഴ്സറിക്ക് നമുക്ക് ഒരു ഗിഫ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഭയങ്കര സന്തോഷം, നമുക്ക് ഇങ്ങനൊരു ഗിഫ്റ്റ് ഉണ്ട് പറഞ്ഞിട്ട് അവർ വിളിച്ച സമയത്ത്. അങ്ങനെ എല്ലാവർക്കും ഒന്നും ഇല്ല കേട്ടോ, അവർ സ്പെഷ്യലായിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ള കുറച്ച് ആൾക്കാർക്ക് മാത്രമേ ഉള്ളൂ. അവർ നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ഇങ്ങനെ ഗിഫ്റ്റ് ഉണ്ട് അങ്ങനെ വരണം പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ പോയിട്ട് മേടിച്ചിട്ടുള്ളതായിരുന്നു. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിട്ട്, നമുക്ക് ഗിഫ്റ്റ് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അവരുടെ ആ ഒരു സന്തോഷത്തിൽ നമ്മളും കൂടി ഇൻക്ലൂഡ് ചെയ്തല്ലോ. അപ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ടു. ആൻഡ് വൺ ഓഫ് മൈ ഫേവറേറ്റ് ഷോപ്പാണ് കേട്ടോ അത്. ഞാൻ എപ്പോഴും സാധനങ്ങളൊക്കെ അവിടെ നിന്ന് തന്നെയാണ് എടുക്കൽ. അവരുടെ കസ്റ്റമർ സർവീസും ആണെങ്കിലും അതേ നല്ല രീതിക്കുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു ഗിഫ്റ്റ് കിട്ടിയതിൽ ഭയങ്കരമായിട്ട് പ്രൗഡാണ്. ആൻഡ് താങ്ക് യു ക്രാഫ്റ്റ് വെയർ ഫോർ ദീസ് അമേസിങ് ഗിഫ്റ്റ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ഒരു വ്ളോഗ്. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.